പത്രമാൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനെ ആദർശം കൊണ്ട് ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനന്തപുരിയിൽ എല്ലാവരും ആണെങ്കിൽ അറിഞ്ഞല്ലോ നമ്മളെ നവ്യയുടെ നവ്യയാണ് ഇവരെല്ലാം സഹായിക്കുക എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മളെ ഗോവിന്ദൻ്റെയും കനകയും കൂടെ അവരെ അറിയിക്കണം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ആദർശം നയനെ ആണെങ്കിൽ ആ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ നയനെ കനകയെ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഞാനും ആദർശേട്ടനും അങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കനകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ പായസം വയ്ക്കുന്നുണ്ട്, പലഹാരമൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ നന്ദു പറയുന്നുണ്ട്, ഇതാരാമ്മ ഇവിടെ ആരെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളോ വരുന്നോ എന്നൊക്കെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്. നമ്മളെ കനക പറയുന്നുണ്ട്, അത് അറിയത്തില്ല മോളെ, നയനെ വിളിച്ചിട്ട് ഇതിനൊക്കെ ആരോ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആരാന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണോന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനക പറയുന്നത്, എന്തായാലും ആരാന്ന് നമുക്ക് വരുമ്പോൾ കാണാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോള് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മ ഞാൻ എനിക്ക് ഭയങ്കര തലവേദനയായിട്ടിരിക്കുന്നത്, ഞാൻ ലീവ് എടുത്തിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദർശും നയനയും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മള് നവ്യയും കൂട്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശും നയനയും കൂടെ ആദ്യം വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കനക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെ കൂടെ ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞല്ലോ, ആ ഗസ്റ്റ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ നയന പറയും, ആ ഗസ്റ്റ് ഇപ്പൊ ഇറങ്ങും അമ്മേ, അമ്മ നോക്കിയോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നവ്യ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഗോവിന്ദനും കനകയും ചോദിക്കും, നവ്യയോ, നവ്യ എന്താ ഇപ്പൊ നിങ്ങളെ കൂടെ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ആ ആദർശ് പറയുന്നുണ്ട്, അത് അമ്മേ ഞാൻ പറയാറില്ലേ, എനിക്കാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഒരു അറിയാത്ത നമ്പറിൽ നിന്ന്, അൺനോൺ നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇത് കണക്ക് നമ്മളെ നന്ദുവിനെയും അവർ പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജൊക്കെ ആയിട്ട് വന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, നവ്യയാണ് അമ്മേ എനിക്ക് അങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. നവ്യയാണെങ്കിൽ അവിയെക്കുറിച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ അത് നവ്യ തിരിച്ച് അവൻ്റെ അടുത്ത് പ്രതികാരം തീർക്കാൻ വേണ്ടി നവ്യ ആരുടെ അടുത്തും ഒന്നും അറിയിക്കാതെയൊക്കെ ഇരുന്നതായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ചേച്ചിയാണെങ്കിൽ അവരെ കൂടെ സ്നേഹിച്ച് ഇങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനകയ്ക്കും ഗോവിന്ദനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, മോളെ നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യയെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാനാണെങ്കിൽ പിന്നെ ജ്വല്ലറിയിലോട്ട് പോവുക, ഞാൻ ഉച്ചയ്ക്ക് ഫുഡിന്റെ സമയമാകുമ്പോൾ വരാം, എന്തായാലും ഇപ്പം ഈ ഓണത്തിന്റെ സീസണും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ജ്വല്ലറി പോവാന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നവ്യയും നയനയാണെങ്കിൽ കനകയും ഗോവിന്ദനും സ്വീകരിച്ച് അകത്തൊക്കെ കൊണ്ടുപോയിരുത്തി അവർക്ക് വല്ല പായസമൊക്കെ കൊടുത്ത് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നന്ദുവിനൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ചേച്ചിമാര് വന്നല്ലോ, അപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നയനയും നവ്യയും പറയുന്നുണ്ട്, മോളെ നീ എന്തായാലും വിഷമിക്കേണ്ട, അനി എന്തായാലും നിനക്കുള്ളത് തന്നെ, അപ്പോൾ നീ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അനന്തപുരി തറവാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെയും ഞങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ രണ്ട് ചേച്ചിമാരും നന്ദുവിനാണെങ്കിൽ വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഗോവിന്ദനും കനകയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മൂന്ന് പെൺമക്കൾ അവർ അടുത്തുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സന്തോഷം അവർക്കും ഉണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മൾ കനകയും മൂന്ന് പെൺമക്കളും കൂടെയൊക്കെ രാവിലെ നടക്കാൻ വേണ്ടി ബീച്ചിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവർ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നാഗേന്ദ്രന്റെ അഭിയെയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, അപ്പോൾ ഇവരിപ്പോഴും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്പി പറയുന്നുണ്ട്, അത് അവർ കോൺടാക്റ്റ് ഒക്കെ ഉള്ളത് കാര്യം നമുക്ക് അറിയാലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ ആ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണെങ്കിൽ നമുക്ക് ജലജയെ വിളിച്ച് കാര്യം അറിയിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ ജലജയെ ആ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഭർത്താവും നിങ്ങളെ മോനും ഇന്ന സ്ഥലത്ത് നിന്ന് അവർ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറിയിട്ടോ, അവനെപ്പോഴും അവനടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ, അവന് വീണ്ടും അയാളെ കാണാൻ പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജലജയാണെങ്കിൽ ദേഷിച്ച് വണ്ടിയിലൊക്കെ വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ ജലജയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു കാഴ്ച കണ്ടിട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട്. നമ്മളെ നാഗേന്ദ്രനും അമ്പിയും കൂടെ നിന്ന് സംസാരിക്കുന്നത്. നമ്മളെ ജലജയാണെങ്കിൽ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീനാണെങ്കിൽ എത്ര വന്നാലും നീ പഠിക്കത്തില്ലല്ലേ, നിന്നെയാണെങ്കിൽ അച്ഛനന്ന് നിനക്ക് കുറച്ച് താക്കീതൊക്കെ തന്ന് പറഞ്ഞു വിട്ടയാണെന്ന് അറിയാം, പക്ഷെ ഇനി ആ ഒരു വയസ്സായ അച്ഛനെ കൊണ്ട് നിനക്ക് ഇനി ഓരോ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യിപ്പിക്കണോ എന്നൊക്കെ നമ്മൾ നാഗേന്ദ്രൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയനയും അവനെല്ലാം കൂടെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്താ സംസാരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അബിയുടെ ചെവി കുത്തിയൊക്കെ ഒരു അടി കൊടുത്തിട്ട് അബിയെ വലിച്ച് അവിടുന്ന് കൊണ്ടുപോയി കാറിനകത്തിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നാഗേന്ദ്രനാണെങ്കിൽ ആകെ സങ്കടം വരുന്നത്, കാര്യം നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്യാതെ തന്നെ എപ്പോഴും നോക്കിയാലും ജലജയെ ഓരോ പഴികൾ നാഗേന്ദ്രന് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സങ്കടം വന്ന് ഇങ്ങനെ നമ്മൾ നാഗേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ ഇത്രയ്ക്കും ഒരു പാവമായിരുന്നോ, ഇത്രയ്ക്കും ഒരു മനസ്സിന് കട്ടിയുള്ള ആളാണോ ഇയാളെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയനയും അവരെല്ലാവരും കൂടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയുടെ അടുത്താണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ നീ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ നയനെ, അപ്പം ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പിന്നിലെല്ലാം ജലജയാണ് എൻ്റെ പിന്നിലെല്ലാം കിടന്ന് കളിക്കുന്നതെന്നാ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ജ്വല്ലറിയിൽ നിന്നാണെങ്കിൽ
നാഗേന്ദ്രനെ അടിച്ചിറക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഓസ്ട്രേലിയൻ നെക്ലസിന്റെ ആ ഒരു കഥയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിൽ നിന്നും കൂടെ അടിച്ചിറക്കിയതിന്റെ കഥ എന്തായാലും അത് അറിയണം. അത് ചേച്ചിയെ കൊണ്ടേ അത് പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇപ്പം അഭിയെയും അതുപോലെ അവന്തികയും സ്നേഹിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നാഗേന്ദ്രൻ ചേച്ചിയും എന്തായാലും സ്നേഹിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഭിയുടെ ഭാര്യയാണല്ലോ, പിന്നെ അഭിയുടെ കൊച്ചിന്റെ അമ്മയാണല്ലോ. അപ്പോൾ എന്തായാലും ചേച്ചിയെടുത്തും കുറച്ച് സ്നേഹമൊക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നായന പറയുന്നതനുസരിച്ച് നമ്മളെ നവ്യയാണെങ്കിൽ ആ ഒരു കാര്യം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ നാഗേന്ദ്രനായിട്ട് നവ്യ കൂടുതൽ ഒരു മകളെ പോലെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നാഗേന്ദ്രൻ നമ്മളെ നവ്യയെടുത്ത് തിരിച്ച് അതുപോലെ തന്നെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് ഒരു ദിവസം നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ നവ്യയെടുത്താണെങ്കിൽ ആ ഒരു വലിയ രഹസ്യം പറയുന്നുണ്ട് കേട്ടോ. നമ്മള് ജലജ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളൊക്കെ നമ്മള് നവ്യയെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മള് നവ്യയെടുത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കല്ലായിരുന്നു മോളെ ഇതിനൊക്കെ അവിഹിത ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ജലജയ്ക്കായിരുന്നു. പക്ഷെ അത് ഞാനെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ജലജയാണെങ്കിൽ ആ കുറ്റങ്ങളെല്ലാം എൻ്റെ മണ്ടയിൽ കൊണ്ടിട്ട് എനിക്കാണെങ്കിൽ അമ്മ പെങ്ങന്മാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലും പെണ്ണുങ്ങളെ പിറകെ പോകുന്ന രീതിയിലൊക്കെ ആയിട്ട് അത്രയ്ക്ക് മോശമായിട്ട് എന്നെ അവൾ അവിടെ എല്ലാവരെയും മുമ്പിൽ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് തന്നെ പണവും സ്വർണ്ണവും ഒക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചത് ഞാനാണെന്നൊക്കെ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലമണ്ടയിൽ അവൾ കൊണ്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇത് അവള് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് മൂർത്തി മുത്തശ്ശനാണെങ്കിലും അപ്പോൾ ഒരു മോള് പറയുമ്പോഴത്തേക്ക് അതല്ലേ അവർ സത്യമെന്ന് വിചാരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ കുറ്റവും എൻ്റെ മണ്ടയിൽ കൊണ്ടിട്ടിട്ടാണ് എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയെന്നൊക്കെ ഇങ്ങനെ ആ ഒരു വലിയ സത്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നവ്യയെടുത്താണെങ്കിൽ. അപ്പം ഇതൊക്കെയാണ് ഇനിയൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.